മോനെ നിന്നെ നല്ലതിന് വേണ്ടിയാണ് പറയണത് എന്ന് പറഞ്ഞ് അവസാനിക്കണ എല്ലാ കോൺവെർസേഷനും കേൾക്കുന്ന ആൾക്ക് ഒന്നില്ലെങ്കിൽ നല്ല ദേഷ്യം വന്നിരിക്കണായിരിക്കും, അല്ലെങ്കിൽ നല്ല സെഡായിരിക്കും. പക്ഷെ പറയുന്ന ആൾക്ക് തോന്നണം എന്തായിരിക്കും? ഞാൻ കാരണം കൊണ്ടിരുന്ന ഒരാളുടെ ഭാവി നന്നായി ഉണ്ടേന്ന്. ഇങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോന്റെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെ പറ്റിയാണ് ശരിക്കും പറയണത്. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ. ഇന്ന് ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ഒരു 3 റൂൾസ് ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എല്ലാം പോട്ടെ, ഒരാൾക്ക് ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ളൊരു 3 റൂൾസ് ഫ്രം ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗി. തുടങ്ങാം അല്ലേ? ഈ 3 റൂൾസ് ഒരു ട്രിക്സ് അല്ലെങ്കിൽ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങളാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ചെയ്യൂല. ആർക്കും ചെയ്യാൻ പറ്റൂല. എന്തൊക്കെയോ നഷ്ടപ്പെടാനുള്ള പോലെയാണ്. പക്ഷെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം കിട്ടും, ചിലപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ പോലും എന്തുകൊണ്ടാണ് ചെയ്യാത്തന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഈഗോ ഒരു ഉത്തരവാണ്. നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാവും. റൂൾ 1, ഡോണ്ട് ക്രിട്ടിസൈസ്, കണ്ടം ഓർ കംപ്ലൈൻറ്റ്. എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തരുത്, നിഷേധിക്കരുത്, കംപ്ലൈൻറ്റ് ചെയ്യരുത്. സംഭവം എന്താണ്? കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ 95% ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ഒരാളുടെ കുറ്റം കണ്ടുപിടിച്ച് അത് ചൂണ്ടിക്കാണിക്കാൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ച് അവരുടെ നല്ല പ്രവർത്തി ഉണ്ടായാലോ? ആരാ? ഞാൻ കണ്ടിട്ടില്ല, കണ്ടാൽ തന്നെ പറയുകയില്ല. എന്തുകൊണ്ടാണ്? ഒരുമാതിരി ശോക സ്വഭാവമാക്കാം. സോ നിങ്ങൾ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ചേഞ്ച് ആവും എന്നൊരു പ്രതീക്ഷ വേണ്ട. കാരണം ആവൂല. ഇൻസ്റ്റെഡ് അവരതിനെ ഡിഫെൻഡ് ചെയ്യുള്ളൂ. അതിനെ എതിർത്ത് അവർക്ക് വേറെ മറുപടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അൽ കുപ്പോൺ, ഫുൾ നെയിം അൽഫോൺസ് ഗബ്രിയേൽ കുപ്പോൺ, അമേരിക്കയിലെ ഇൻഫേമസ് ഗാങ്സ്റ്റർ ആയിരുന്നു. അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ, മറ്റേ US പ്രൊഹിബിഷൻ പീരീഡ്, പ്രൊഹിബിഷൻ എറ എന്ന് വെച്ചാൽ US ഒരു ടൈം പീരീഡ് ഉണ്ടായി. ഈ കള്ളിൻ്റെ മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഇല്ലീഗലായിരുന്ന ഒരു ടൈം. അന്ന് മൂപ്പര് അത് സ്മഗ്ലിംഗ് പോലെ ചെയ്തിരുന്നു. പിന്നെ ഭാവിയിൽ എന്താണ് ടാക്സ് എവേഷൻ എന്നൊക്കെ സീനൊക്കെ പറഞ്ഞ ആളെ 11 വർഷം ജയിലിലൊക്കെ ഇട്ട്. പക്ഷെ അയാളെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഐ ഹവ് സ്പെൻഡ് മൈ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഗിവിംഗ് പീപ്പിൾ ദ ലൈറ്റർ പ്ലഷർ ഹെൽപ്പിംഗ് ദം ഹാവ് എ ഗുഡ് ടൈം. അതായത് അയാള് ഇങ്ങനെ സ്മഗ്ലിംഗ് ചെയ്തപ്പോൾ അയാളെന്ന് പറയണ ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയാന്നുള്ള സീനാണ് അയാൾ പറയണത്. അയാൾ ചെയ്തത് ക്രൈമാണ്, ഇല്ലീഗലാണ്, എല്ലാം നെഗറ്റീവ്സ് ആണ്. പക്ഷെ അയാളുടെ പെർസ്പെക്റ്റീവ് പോസിറ്റീവായിട്ട് മാത്രമേ അത് പറയുള്ളൂ. അതാണ് ഹ്യൂമൻ നേച്ചർ. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ് ഫുൾ സ്റ്റോറി എന്ന് നിങ്ങൾ അറിയണം. എന്താ സംഭവിച്ചതെന്ന് മൊത്തത്തിൽ നിങ്ങൾ അറിയണം. 2, കുറ്റപ്പെടുത്തുന്നതിന് പകരം ഓപ്ഷൻസ് കൊടുക്കുക, ഒരു ഓഫർ കൊടുക്കുക. നീ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയും ഒരു വഴിയുണ്ട് എന്നുള്ളൊരു ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഒന്ന് എൻകറേജ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. വിച്ച് ഇസ് നമ്പർ 2, അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ അപ്രിസിയേഷൻ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ചെറുതല്ല, ടു മച്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു ബോസ് എന്നുള്ള നിലയിൽ അയാളുടെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഫേർട്ട് കൂടും. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിങ്ങൾ മറ്റൊരു ഫ്രണ്ടിനെ അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രസ്റ്റ് ഉണ്ടാവും. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറാണ്, ഹസ്ബൻഡ് വൈഫ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയൊക്കെ അപ്രിസിയേഷൻ ഒട്ടും ഉണ്ടാവാറില്ല. ഒരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയണേ, ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ, ഭാര്യ ഹസ്ബൻഡിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഉപ്പും പുളിയൊന്നും ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് പറയും, ഉപ്പില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നല്ലൊരു ഫുഡാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ട് അങ്ങോട്ട് പോകും. വൈ നോട്ട്? എന്തുകൊണ്ടാണ് അവിടെ അപ്രിസിയേഷൻ ഇല്ലാത്തത്? ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും നീ എത്തിയിട്ടില്ലല്ലോ എന്നിട്ടാണ് ഉപദേശിക്കാൻ വന്നെന്നുള്ള സീനൊക്കെ ഉണ്ടാവും. ബട്ട് ഞാൻ പറയണേ, അപ്രിസിയേഷൻ ഭയങ്കര അൺറേറ്റഡ് ആണ് ഇവിടെയൊക്കെ. ശരിക്കും അത്യാവശ്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇതിൻ്റെ ഓഥർ പറയുന്നത്, ഇഫ് യു ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്
സേ ഇറ്റ് ഫുള്ളി, ഡോണ്ട് ഹോൾഡ് ഇറ്റ് ബാക്ക്. അതായത് നിങ്ങൾക്ക് ഒരാളോട് നന്ദി ഉണ്ടെങ്കിൽ പിടിച്ച് വെക്കല്ലേ, അങ്ങോട്ട് മൊത്തത്തിൽ തുറന്ന് പറ. അതാണ് മൂപ്പര് പറയുന്നത്. പിന്നെ ഈ ബുക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു തിയറി ഉണ്ടാക്കി. ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇത് ചെയ്തു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം. അതായത് പറയുന്ന ആൾക്ക് സന്തോഷം തോന്നും, കേൾക്കുന്ന ആൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എന്താണ്? ഉപദേശം. പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല, കേൾക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടും. എന്താണ്? അപ്പോളജി, ക്ഷമ. പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെടും, കേൾക്കുന്ന ആൾക്കും ഇഷ്ടപ്പെടും. അപ്രിസിയേഷൻ. പറയുന്ന ആൾക്കും ഇഷ്ടപ്പെടില്ല, കേൾക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല. കടം. കൊള്ളാവോ? റൂൾ 3, അറൗസ് ഇൻ അതർ പീപ്പിൾസ് വാണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ആവശ്യം അത് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നടക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഒരു ആവശ്യം അത് വേറൊരാൾ ചെയ്യണമെങ്കിൽ അത് അയാളുടെയും കൂടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും അയാളുടെ ആവശ്യം നേടിക്കിട്ടും എന്നുള്ളൊരു തോന്നൽ വന്നാലേ അയാൾ ചെയ്യുള്ളൂ. ഞാൻ പറയില്ല, എന്തിനും കറക്റ്റ് ഉണ്ടോ? ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മീൻ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ടയിൽ കൊളുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ചാണ്, അല്ലെങ്കിൽ മീൻ ഇഷ്ടമുള്ളൊരു സാധനം വെച്ചാണ്? ഒബ്വിയസ്ലി മീൻ ഇഷ്ടപ്പെട്ടൊരു സാധനം വെച്ചാൽ നിങ്ങൾ കൊടുത്തുള്ളൂ, അല്ലേ? എന്നാലേ ആ മീൻ വന്നതിൽ കൊടുത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ സെയിം സംഭവം. മറ്റുള്ളവരുടെ ആവശ്യത്തിന് നമ്മൾ മുൻനിർത്തിയിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ. ഇതുകൊണ്ട് രണ്ടുണ്ട് കാര്യം. ഒന്ന്, നിങ്ങളുടെ കാര്യം നേടും. രണ്ട്, മറ്റേ ആൾക്ക് നിങ്ങൾ കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പയ്യെ പയ്യെ നിങ്ങൾ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായി മാറും അയാൾക്ക് വേണ്ടി. അതാണ് ഇതിൻ്റെ സൈക്കോളജി. സോ ഈ 3 റൂൾസാണ് ഏതൊരാൾക്കും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട കുറച്ച് സ്വഭാവങ്ങൾ. ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞത് മൂന്നെണ്ണം. കുറ്റം പറിച്ചിൽ നിർത്തുക, കാരണം ആർക്കും അത് ഇഷ്ടമല്ല. അപ്രീഷിയേറ്റ് ചെയ്യുക, കാരണം എല്ലാവർക്കും ഇതാണ് വേണ്ടത്. പിന്നെ മറ്റുള്ളവരുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ആവശ്യം പറയാൻ, ബിക്കോസ് ദാറ്റ്സ് ഹൗ ദേ ലൈക്ക് ഇറ്റ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ 3 റൂൾസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത പാട്ടിലാണ് നമ്മൾ ഒരാളെ കൊണ്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇൻസ്റ്റൻ്റ്ലി ഇഷ്ടപ്പെടുത്താനുള്ള 6 വഴികൾ. ഡോണ്ട് മിസ് ദാറ്റ്. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.